പാലക്കാട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ 6 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. SFIയുടെ പരസ്യ വിചാരണയും മർദ്ദനവുമാണ് വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് സൂചന നൽകുന്നു. പൂക്കോട് എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ നമ്മൾ കൊണ്ടുവന്നൊരു വാർത്തയായിരുന്നു ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ കടുത്ത പോലീസ് നടപടി ഉണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN പോലീസ് ഇക്കാര്യം കൃത്യമായി അന്വേഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിൽ നേരിട്ട് പങ്കെടുത്ത തിരുവനന്തപുരം സ്വദേശികളായ ശ്രീഹരി, രഹൻ ബിനോയ്, ആകാശ്, തൊടുപുഴ സ്വദേശി ഡോണ്ടായ്, ഇടുക്കി സ്വദേശി അഭിഷേക്, വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷ എന്നിവരുടെ അറസ്റ്റാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെക്കൽ, സംഘം ചേർന്ന് മർദ്ദിക്കൽ, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ പോലീസിന്റെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സാൻ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള 12 പ്രതികൾക്ക് പുറമെയാണ് ഇന്ന് 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പ്രതികൾ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുൻപാകെ കുറ്റം സമ്മതിച്ചു. അതായത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിന് മുൻപാകെ മൊഴി നൽകി. ഈ സർവകലാശാല ഹോസ്റ്റലിൽ SFIയുടെ വിചാരണ കോടതിയാണെന്നാണ് പോലീസിന് മുൻപാകെ പ്രധാനമായും പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. പരാതികൾ അവിടെ വെച്ച് തന്നെ തീർപ്പാക്കി ശിക്ഷ വിധിക്കുന്നതാണ് കോളേജിലെ രീതി. കോളേജിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അധികൃതരിലേക്കോ പോലീസിനോ മുന്നിൽ പരാതിയായി എത്താനോ സീനിയർ വിദ്യാർത്ഥികൾ സമ്മതിക്കില്ലെന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയിലുണ്ട്. കൽപ്പറ്റ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് ഈ പ്രതികളെ അല്പസമയത്തിനകം ഹാജരാക്കുക. ഇപ്പോഴും പോലീസ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുന്നിലാണ് ഇപ്പോഴും പ്രതികളുള്ളത്. കൂടുതൽ അറസ്റ്റ് ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏകദേശം 25ഓളം പ്രതികൾ ഈ കേസിൽ പങ്കാളിയായിട്ടുണ്ട്. 25 പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും നന്നായി. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ 6 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നല്ല അന്വേഷണമാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.